ഒരു കൊച്ച് കഥ കേട്ടാലോ? നമുക്കൊക്കെ കഥ കേൾക്കാനും കഥ പറയാനും ഇഷ്ടമാണല്ലേ? പേർഷ്യയിലെ ഒരു രാജാവിൻ്റെ കഥയാണ്. അയാൾ ഒരു ദിവസം തൻ്റെ ബുദ്ധിമാന്മാരായ ഉപദേശകരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് വിജയം വരുമ്പോഴും പരാജയം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ ഓർമ്മിക്കാനായിട്ട് ഒരു വാചകം നിങ്ങൾ പറഞ്ഞു തരാമോ? ബുദ്ധിമാന്മാരായ ഉപദേശകരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് മീറ്റിംഗ് കൂടുകയാണ്. അതിനുശേഷം അവർ അദ്ദേഹത്തിന് ഒരു മോതിരം സമ്മാനിക്കുകയാണ്. ആ മോതിരത്തിൽ ഒരു കൊച്ചു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ദിസ് ടു ഷാൽ പാസ്. ഇതും കടന്നു പോകും. രാജാവിന് ആ മോതിരം വലിയ ഇഷ്ടമായി. അയാൾക്ക് യുദ്ധങ്ങളിൽ വിജയമുണ്ടായപ്പോൾ അയാൾ ആ മോതിരത്തിൽ നോക്കി. അയാൾ വായിച്ചു, ഇതും കടന്നു പോകും. അയാൾ അഹങ്കാരിയായില്ല. പിന്നീട് പരാജയങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ ആ മോതിരത്തിൽ നോക്കി. അയാൾ വായിച്ചു, ഇതും കടന്നു പോകും. പിന്നീട് അയാൾ നിരാശയ്ക്ക് അടിപ്പെട്ടിരുന്നില്ല. ഈവൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ് വിൽ എൻഡ് ആൻഡ് ദ സൺ വിൽ റൈസ് എന്നെഴുതിയത് ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോയാണ്. ഏത് കൂരിരുട്ടും അവസാനിക്കും, അതിനപ്പുറം ഒരു സൂര്യോദയമുണ്ടെന്നാണ് അതിനർത്ഥം. പറയുന്ന ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. നമുക്കൊക്കെ ആഗ്രഹം വിജയങ്ങൾ ഉണ്ടാകുവാനും സുഖമുണ്ടാകുവാനും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും സമ്മിശ്രമാണ്. വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പേർഷ്യൻ രാജാവിനെ കണക്ക് അണിയാൻ നമ്മുടെ കരങ്ങളിൽ ഒരു മോതിരമുള്ളത് നല്ലതാണ്. അതിൻ്റെ എഴുത്തും ഇതും കടന്നു പോകും. അങ്ങനെ ഒരു മോതിരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കാതെ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അടിപതറാതെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രിയനവരെ, വിജയവും പരാജയമൊക്കെ ആപേക്ഷികമാണ്. ഒരു സമചിത്തതയോടെ ജീവിക്കുന്നതാണ് പ്രധാനം. നമുക്ക് മറക്കാതിരിക്കാം, എപ്പോഴും ഓർമ്മിക്കാം, വിജയങ്ങളിൽ നമ്മൾ അഹങ്കരിക്കരുത്, പരാജയങ്ങളിൽ അടിപതറരുത്. ഒറ്റ കാര്യമേ ഉള്ളൂ: ദിസ് ടു ഷാൽ പാസ്. ഇതും കടന്നു പോകും.